നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ വിജയിച്ചു കഴിഞ്ഞുവെന്ന്. ഇപ്പോൾ നിങ്ങളുടെ എല്ലാ കളികളും അവസാനിച്ചു കഴിഞ്ഞു. അധികാരി, നിങ്ങളൊരു പാപിയാണ്, പാപി. ഈ വിഗ്രഹങ്ങളെ വിറ്റ് നിങ്ങൾ ഈശ്വരനെ നിന്ദിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനുള്ള ശിക്ഷ ലഭിക്കും, തീർച്ചയായിട്ടും ലഭിക്കും. നീ എന്തെന്നെ ശിക്ഷിക്കാനാ? എന്റെ കാലം കഴിയാൻ പോകുന്നില്ല. അധികാരി, സംസാരിച്ച് സമയം കളയാതിരിക്കൂ. ഞങ്ങൾക്ക് പോകണം. ഇവരുടെ കഥ അവസാനിപ്പിക്കൂ. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. സംസാരിച്ച സമയം പാഴാക്കുന്നതൊട്ടും ശരിയല്ല. നിങ്ങൾ വിഗ്രഹങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഈ പെട്ടികളെല്ലാം ഒഴിഞ്ഞു കിടക്കുമല്ലോ. അതുകൊണ്ട് ഇവരെ രണ്ടുപേരെ ആ പെട്ടിയിലാക്കാം. വെരി ഗുഡ്. പെട്ടെന്ന് ഇവർ രണ്ടുപേരെ ഈ പെട്ടിയിലാക്കാം. അധികാരി, ഞാൻ അപേക്ഷിക്കുകയാണ്, ദയവേത് ഞങ്ങളെ രണ്ടുപേരെയും വെറുതെ വിടൂ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഒന്ന് പോടോ. നിങ്ങൾ രണ്ടുപേരിടത്തും പോകുന്നില്ല. രണ്ടിനെയും പിടിച്ചിട വേഗം. മീര തന്നെ. ഞാൻ തന്നെ, മീര. ഈശ്വരന്റെ ആഭരണങ്ങളെല്ലാം മോഷ്ടിച്ച് കാമുകന്റെ കൂടെ ഒളിച്ചോടിയവൾ. ഞാൻ കാരണമാണ് എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തത്. ഞാനാണ് പ്രേമം അഭിനയിച്ച് വൈദ്യനാഥനെ ഭ്രാന്തനാക്കിയത്. പറയൂ, ഇതൊക്കെ സത്യമല്ലേ? പറയൂ അധികാരി, ഇതൊക്കെ സത്യമാണോ? അല്ല, ഇത് കള്ളമാണ്. പിന്നെ സത്യം എന്താണ്? സത്യം ഞാൻ പറയാം. ഞാൻ ക്ഷേത്രത്തിലെ ആഭരണങ്ങൾ മാത്രമല്ല, മറിച്ച് ഭഗവാന്റെ വിഗ്രഹങ്ങളും മോഷ്ടിച്ചു. പിന്നെ അവിടെ വേറെ വിഗ്രഹങ്ങൾ വെച്ചു. പിന്നെ നിന്റെ കച്ചവടത്തിൽ ആ കള്ളൻ ജയപാലൻ നിന്നെ സഹായിക്കുന്നുണ്ട് അല്ലേ? ശരിയല്ലേ? അതെ മീരെ. എന്റെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചത്? നിങ്ങളുടെ അച്ഛനെ ഞങ്ങൾ മുറിയിൽ കെട്ടിത്തൂക്കി കൊന്നതാണ്. പിന്നെ എന്നെ നിങ്ങൾ എല്ലാരും കൂടി എന്താ ചെയ്തത്? നിന്നെ ഞങ്ങൾ ബലാത്സംഗം ചെയ്ത് പിന്നെ നിന്നെയും കൊന്നു കളഞ്ഞു. പക്ഷെ അപ്പോഴേക്കും നിന്റെ കൂട്ടുകാരൻ വൈദ്യനാഥൻ വന്നു. അയാളെ ഞങ്ങൾ ഉപദ്രവിച്ചു. ഞങ്ങൾക്ക് തോന്നി അയാളും മരിച്ചെന്ന്. പക്ഷെ അയാൾക്ക് നീ മരിച്ചറിഞ്ഞപ്പോ അയാൾക്ക് അത് താങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ നിന്റെ എല്ലാ അപരാധങ്ങളും പുറത്ത് ക്ഷമിക്കുമായിരുന്നു. പക്ഷെ നീ ക്ഷേത്രത്തിലെ പുരാതനമായ വിഗ്രഹങ്ങൾ മോഷ്ടിച്ചവനാണ്. അതിന് മരണശിക്ഷ തരുന്നത് പോലും വളരെ ചെറുതാണ്. നിങ്ങൾ രാജ്യത്തിന്റെ അമൂല്യമായ സമ്പത്ത് കൊള്ളയടിക്കുന്ന നീചനാണ്. നിനക്കതിന്റെ വില അറിയില്ല. അതിന്റെ വില ഈ വിദേശി സ്മഗ്ലർമാർക്കറിയാം. നിങ്ങൾ ഈ വിഗ്രഹങ്ങൾ ഇവർക്ക് വിൽക്കുന്നതിലും അതിലും എത്രയോ കൂടുതലാണ് ശരിക്കും ഇതിന്റെ വില. നിങ്ങൾ രാജ്യത്തിന്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും അമൂല്യമായ നമ്മുടെ പൂർവിക സമ്പത്തിനെയും വിൽക്കുന്നവനാണ്. നിങ്ങൾ കൊള്ളക്കാരനാണ്, സ്മഗ്ലറാണ്, ബലാത്സംഗം ചെയ്തവനാണ്, കൊലപാതകയാണ്. പറ, ഇതൊക്കെ സത്യമല്ലേ? അതെ മീര, ഇതെല്ലാം സത്യമാണ്. നീ ഇത് കേട്ടില്ലേ സാവിത്രി? ഇവർ എങ്ങനെയാണ് ഞങ്ങളെ പീഡിപ്പിച്ചതെന്ന്. പിന്നെ എപ്പോഴും കള്ളക്കഥകൾ ചമച്ചുണ്ടാക്കി നിയമത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. ഞാൻ മരിച്ചു
മരിച്ചു കഴിഞ്ഞു. പക്ഷെ വൈദ്യനാഥ്, അയാൾക്ക് ജീവനുണ്ടെങ്കിലും ഒരു ജീവച്ഛവമായിട്ടാണ് അയാൾ ജീവിതം കഴിച്ചുകൂട്ടുന്നത്. എനിക്ക് നിന്നോട് ഒരു അപേക്ഷയുണ്ട്. നീ അവനെ ശ്രദ്ധിച്ചുകൊള്ളണേ. എന്റെ അടുത്തേക്ക് വാ. ഇല്ല വൈദ്യനാഥ്, ഇനി അത് അസാധ്യമാണ്. കാരണം എനിക്കിപ്പോൾ ശരീരമില്ല. ഞാനൊരു ആത്മാവാണ്. ആത്മാവ്? അതെ. ഈ ക്രൂരന്മാർ, ഈ ദുഷ്ടന്മാർ നിന്റെ മീരയെ കൊന്നുകളഞ്ഞില്ലേ? വേണ്ട വേദനാഥ്, ഇത് നിന്റെ ജോലിയല്ല, നിയമത്തിന്റെ ജോലിയാണ്. കൊല ചെയ്യുന്നത് കൊലപാതകളാണ്, സ്നേഹിക്കുന്നവരല്ല.